യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 25 വാക്യം. യോഹന്നാൻ സുവിശേഷം 11 അധ്യായം എല്ലാവർക്കും സുപരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ആമേൻ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മതി. യേശു ആമേൻ സ്തോത്രം ലാസറിന്റെ വീട്ടിലെ ലാസറിന്റെ സഹോദരിമാരോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. ആമേൻ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ലോകത്തിൽ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്. ഈ ആമേശ്വത വചനം ആധികാരികമായ ഒരു വചനമാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. മറ്റൊരു മതഗ്രന്ഥത്തിലും കാണാത്ത അതിശക്തമേറിയൊരു വചനമാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശ്രേഷ്ഠന്മാരെന്ന് പറയുന്ന ദൈവങ്ങളുള്ള രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ദൈവങ്ങൾക്കൊന്നും, മാനുഷിക ദൈവങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യ ദൈവങ്ങളോ അവർക്കൊന്നും പറയാൻ പറ്റാത്ത തികവാർന്ന ഒരു വാക്യമാണ്, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം ഈ യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റിയില്ല. അമസ്വതം യേശുവിനെ ഒരിക്കലും പുറത്തു വരരുത് എന്ന് കരുതിക്കൊണ്ട് റോമൻ സാമ്രാജ്യം വലിയ കല്ലുകൾ 1, 2, 3, 4, 5, 6 മനുഷ്യരെ കൊണ്ട് തള്ളി നീക്കാൻ പറ്റാത്ത വലിയ വലിപ്പമുള്ള കല്ലുകൊണ്ട് കല്ലറ അടച്ചു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഇമ്പീയ മുദ്രകൾ കൊണ്ട് മുദ്ര ചെയ്തു. ഒരിക്കലും ഇതിൽ നിന്ന് ഒരു മനുഷ്യനും പുറത്തു വരരുത്. ഇനി ആമേശ്വത പുറത്തു നിന്ന് ഒരുത്തനും ഈ കല്ലുരുട്ടി മാറ്റി അകത്ത് കിടക്കുന്നവനെ പുറത്തെടുക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂടി ആമേശ്വത ഭീകരമായ നിലവാരത്തിൽ ബന്ധിച്ചിരുന്ന കല്ലറയെ ഭേദിച്ചുകൊണ്ട് സർവശക്തനായ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ കർത്താവ് വിളിച്ചു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വിശ്വാസത്തിന്റെ ഒരു തലം കർത്താവിന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്നാൽ വിശ്വസിച്ചവരെല്ലാം മരണത്തെ അതിജീവിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശ്വസിച്ചവരെല്ലാം മരണത്തെ പലരും അതിജീവിച്ചിട്ടുണ്ട്. മരണം തൊട്ടു മുമ്പിൽ നിന്നിരുന്ന വ്യക്തിത്വങ്ങളുടെ മരണനിഴലിൽ പരിശുദ്ധ ദൈവം നീക്കി ആമേശ്വതം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കരം പിടിച്ച് നടത്തിയ വചനം വിശുദ്ധ വേദപുസ്തകത്തിൽ ആഴമായി കിടക്കുകയാണ്. കേട്ട പ്രിയമക്കളെ, ആമേശ്വതം ബൈബിൾ അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേശ്വതം ലോകത്തിന് ചെയ്തെടുക്കാൻ പറ്റാത്ത ഏറ്റവും തികവാർന്ന തലത്തിലുള്ള അത്ഭുതങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ. ആകയാൽ പ്രിയമക്കളെ, മരണം തൊട്ടു മുമ്പിൽ അതിന്റെ ശബ്ദങ്ങൾ, ആ കാൽപര്യമാറ്റം കേൾക്കുമ്പോഴും വിശ്വസിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ മരണത്തെ ഭേദിച്ചുകൊണ്ട് ജീവനിലേക്ക് കടന്നു. ഞാനിന്ന് പൗലോസ് എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിത്വത്തെ മാത്രം എടുത്ത് നമ്മുടെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ മരണകരമായ 3 അനുഭവങ്ങൾ. ആ 3 അനുഭവത്തിൽ നിന്നും സർവശക്തനായ ദൈവം അത്ഭുതകരമാവണ്ണം അവനെ വിടുവിച്ചു. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. മരണത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ഒരുപാട് സാഹചര്യങ്ങൾ. എന്നാൽ സമയത്തിന്റെ പരിമിതികളിൽ 3 കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവസാനത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, അവർ രക്ഷപ്പെട്ടതിനു ശേഷം ആ ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് അവർ ഗ്രഹിച്ചു. മാൾട്ട ദ്വീപിൽ അവര് സ്തോത്രം കയറി. പ്രിയമക്കളെ, ഇവിടെ ഒരു വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. താഴേക്കൊന്ന് വായിക്കാം. സ്തോത്രം, അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയമക്കളെ, ഇവരുമായിട്ട് മുഖപരിചയമില്ലാത്ത ആളുകളാണ്. സ്തോത്രം, പാരമ്പര്യമായിട്ട് വിദ്യാസമ്പന്നരൊന്നുമല്ല ബർബരന്മാര്. വിദ്യാഭ്യാസം ഇല്ലാത്തവരും സ്തോത്രം അപരിഷ്കൃതരായ ആളുകളുമാണ്. സ്തോത്രം, ഇവര് ആരോട് കാണിച്ചു? ദയ കാണിച്ചു.
അമസ്വത പൗലോസിനൊക്കെ ദയ കാണിച്ചു, മനസ്സലിവ് കാണിച്ചു. കേട്ടോ പ്രിയ മക്കളെ, ഇന്ന് വചനമറിയാവുന്നവർ, വചനപ്രകാരം ജീവിക്കുന്നവർ, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവർ പോലും ഒരു മനുഷ്യനോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയാതെ, സ്നേഹിക്കാൻ കഴിയാതെ, കയ്പായിരിക്കുമ്പോൾ, ബർബരന്മാരെക്കാൾ അതപ്പതിച്ച് ജീവിക്കുമ്പോൾ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. പൗലോസിന്റെ കൂട്ടക്കാരൊന്നുമല്ല, പൗലോസിന്റെ കുടുംബക്കാരൊന്നുമല്ല, പൗലോസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. അമസ്വത കാട്ടുജാതികളെ പോലെ ജീവിച്ചിരുന്ന ഈ മനുഷ്യര് അവർ ആ മലീത്ത ദ്വീപിൽ കയറിയപ്പോൾ അവരോട് അസാധാരണമായ ദയ കാണിച്ചു. ഹല്ലേലൂയ. കേട്ടോ പ്രിയ മക്കളെ, സ്വതം ഇന്ന് ദയ കാണിക്കേണ്ട പലരും ദയ കാണിക്കാതെ പോകുമ്പോൾ ദയ കാണിക്കാൻ തക്ക വിധം പരിശുദ്ധ ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ ഒരുക്കിയിട്ടുണ്ടെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ലോകം നിന്നെ വിട്ടൊഴിഞ്ഞെന്നിരിക്കാം, നീ സ്നേഹിക്കുന്ന നിന്നെ കരുതുമെന്ന് ചിന്തിക്കുന്ന പലരും നിന്നെ വിട്ട് അകന്നു പോയെന്നാലും സ്വർഗത്തിലെ ദൈവത്തിന് നിന്നിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റത്തില്ല. കാരണം നീ അവന്റെ സൃഷ്ടിയും അവൻ നിന്റെ സൃഷ്ടിതാവുമാണ്. പൗലോസേ, കരുതേണ്ട വ്യക്തിത്വങ്ങൾ നിന്നെ കരുതാതെ പോകുന്നു എന്ന് കരുതിക്കൊണ്ട് നിനക്ക് കരുതലൊന്നും കുറഞ്ഞു പോകത്തില്ല. കേട്ടോ പ്രിയ മക്കളെ, അമിശ്വതം കരുതേണ്ട പലരും നിങ്ങളെ കരുതാതിരിക്കുമ്പോഴും നിങ്ങളുടെ കരുതലൊന്നും കുറഞ്ഞു പോകത്തില്ല. കാരണം അമിശ്വത ആരെല്ലാം കരുതിയില്ലെങ്കിലും കരുതാൻ കരുത്തുള്ള ഒരുത്തനുണ്ടെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ആര് കരുതിയില്ല എന്ന് കരുതിക്കൊണ്ട് നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി കരുതുന്ന ഒരുത്തനുണ്ട്, നിന്നെ കാക്കുന്ന ഒരുത്തനുണ്ട്, നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരുത്തനുണ്ട്. അവനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. കപ്പലിലുള്ള കപ്പൽക്കാരും കപ്പിത്താനും മനസ്സലിവും ദയയും കാണിക്കാതെ വണ്ണം പൗലോസിനോട് ഇടപെടുമ്പോൾ കയറി ചെല്ലുന്ന ദ്വീപിനകത്ത് പൗലോസിനെ കാത്തിരിക്കുന്ന അപരിഷ്കൃതരായ വ്യക്തിത്വങ്ങൾ, ബർബരന്മാർ അസാധാരണമായ ദയ കാണിക്കുകയാ. ഹല്ലേലൂയ. അവര് തീ കൂട്ടി അവരെ വരവേൽക്കുകയാണ്. അടുത്ത വാക്യം, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. മതി. ഹല്ലേലൂയ. അവിടെ നിന്ന് സഹോദരം കടലിൽ വെച്ചൊരു പ്രശ്നമുണ്ട്. അടുത്ത അധ്യായത്തിൽ, മുമ്പത്തെ അധ്യായത്തിൽ നമുക്ക് അവിടേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ബർബരന്മാരെ തീകൂട്ടി സ്വതം അവനോടെല്ലാം അസാധാരണമായ ദയ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യന്റെ കൈക്ക് ഒരു അണലി കടിച്ചു തൂങ്ങുന്നത്. പ്രൈസലോ. അണലി കടിച്ചു തൂങ്ങുന്നത് സാധാരണ സ്വതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊന്ന് കേൾക്കാനിടയായിട്ടിരുന്നു. സ്വതം ഒരു പ്രതികരണവും കൂടാതെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പാമ്പുണ്ടെങ്കിൽ അത് അണലിയാണ്. അമസ്തോത്രം ബാക്കി ഉരക വിഭാഗത്തിൽപ്പെടുന്ന പല അമസ്തോത്രം പാമ്പുകളും അവരെ ഒന്ന് ചവിട്ടി എന്നാലോ അല്ലെങ്കിൽ അവരോടൊന്ന് എതിരിടുന്നു എന്ന് തോന്നി എന്നാലോ അല്ലെങ്കിൽ അവരെ അമസ്തോത്രം വകവരുത്തുമെന്ന ചിന്തയിൽ നമ്മളൊന്ന് ആക്രമിക്കുമ്പോഴാണ് തിരിച്ചെന്ത് ചെയ്യുന്നത്, ആക്രമിക്കുന്നത്. പക്ഷെ അണലി അങ്ങനെയല്ല. അമസ്തോത്രം അണലി ഒരു പ്രതികരണവും അതിനോട് ഒന്ന് അടുത്തു ചെന്നില്ലെങ്കിൽ പോലും നമ്മളെ തിരിച്ചാക്രമിക്കുന്ന ഒരു ജീവിയാണ് അണലി. അമസ്തോത്രം അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രിയമക്കളെ, അണലിക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല, അണലിയുടെ വിഷത്തിന്, പോയിസന് ഒരു മനുഷ്യനെ കൊല്ലാൻ പ്രാപ്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. പൗലോസിന്റെ വിശ്വാസം അണലി വിഷത്തെ പോലെ നിർവീര്യമാക്കാൻ കഴിവുള്ളതായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അണലിയുടെ വിഷത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അണലിയുടെ പോയിസന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അതിനെ മറികടക്കുന്ന ഒരു വിശ്വാസമായിരുന്നു ആത്മമണ്ഡലത്തിൽ വീര്യം പ്രവർത്തിക്കുന്ന പൗലോസിന്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? എന്റെ ദൈവം മരണത്തിൽ നിന്ന് എന്നെ വിടിവിക്കാൻ ശക്തനാണ്, മരിച്ചാലും ഞാൻ ജീവിക്കും, ഞാൻ സേവിക്കുന്ന ദൈവം മരണത്തെ ജയിച്ചവന്. വിശ്വസിക്കും പ്രിയ മക്കളെ. ഹല്ലേലൂയ. എന്നോട് നിങ്ങളോട് ഒരു വാഗ്ദത്തം കിടക്കുന്നുണ്ടോ? പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാകും. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീ വചനം കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ അവിടെ ഇടിഞ്ഞു വീഴരുത്. പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ. ഒരാത്മീകന്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത് സാധാരണ നിലവാരത്തിലുള്ള ഒരു വിഷയങ്ങളല്ല, പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ്, തിരമാലകളാണ്, പർവ്വതങ്ങളാണ്. വരട്ടെ എന്ന് അതിനെ അതിജീവിക്കാൻ തക്കവിധം ആത്മാവ് നിന്നെ ബലപ്പെടുത്തും. അതിന്റെ പേരാ വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം. അതിനെ നീ ജയിക്കും. വരുന്നത് വരട്ടെ.
അമേശ്വരം വരുന്നത് വരട്ടെ. ഇവിടെ ഒരു അണലി കടിച്ചു തൂങ്ങി ബർബരന്മാർക്കറിയാം ഇപ്പൊ പൗലോസ് വീഴും. എടാ ബർബരന്മാർ ഇന്നൊന്നുമല്ല അണലി കടിച്ചത് കണ്ടിട്ടുള്ളത്. അണലി കടിച്ച ഒറ്റത്തം പോലും ജീവനോട് ഇരുന്നിട്ടില്ല എന്നൊരു വിശ്വാസമാണ് ചുറ്റുമിരുന്ന് തീ കൂട്ടി ആമേശ്വതം തീ കായുന്ന വ്യക്തിത്വങ്ങളുടെ അകത്തളത്തിൽ വ്യാപരിക്കുന്നത്. അവരിവനെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിപ്പോൾ തകർന്നു വീഴും, ഇവനിപ്പോൾ ഉടഞ്ഞു വീഴും. ഈ പുസ്തകം എടുത്ത് ഇറങ്ങി തിരിച്ചപ്പോ ഒരുപാട് വ്യക്തിത്വങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്പസമയം കഴിയുമ്പോ ഇത് താഴെ വെച്ചുകൊണ്ട് മുട്ടുമടക്കുമെന്ന്. ഇല്ല പ്രിയമക്കളെ, വിശ്വാസ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ ചിന്തിച്ചവർ പലരും വീഴും. പക്ഷെ ഈ പുസ്തകം വിശ്വാസത്തോടെ എടുത്തിട്ടുണ്ടോ, യേശുവിനെ വിശ്വാസത്തോടെ ആരാധിക്കുന്നുണ്ടോ, നീ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയമക്കളെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം പൗലോസിന്റെ വാക്കുകൾ കേൾക്കണം നമ്മൾ. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ താൻ ആഴമായി ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 1:12 ആമേൻ. വായിച്ചേ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും വരുന്നതെല്ലാം വരട്ടെ. പ്രിയമക്കളെ, വിശ്വാസികൾക്ക് പ്രതികൂലമില്ലെങ്കിൽ പൗലോസ് ഈ വാക്യം ഇങ്ങനെ എഴുതണോ? പ്രതികൂലം ഉണ്ടോ? പ്രതിസന്ധി ഉണ്ടോ? പോരാട്ടം ഉണ്ടോ? ഉണ്ടെന്നേ. നീതിമാന്റെ അനർത്ഥങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. സംഖ്യയുള്ളതാണോ? ഒന്നിന് പുറകെ. എന്റെ ഭാഷ ഒന്നും പറയണ്ട. കഴിഞ്ഞ മാസത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയെന്ന് ഞാൻ ചിന്തിച്ചതാണ്. ആ പ്രശ്നം കഴിഞ്ഞപ്പോൾ അടുത്തത്. പ്രൈസലോ. അത് കഴിഞ്ഞപ്പോൾ പിന്നത്തേത്. എത്ര വർഷമായി വിശ്വാസ ജീവിതം നയിക്കുന്നത്? വിളിച്ചു വേർതിരിച്ച കാലം മുതലേ എണ്ണിപ്പറയാൻ തക്ക വിധം ഇപ്പോഴും ചില വിഷയങ്ങളില്ലേ? സ്വതം എന്തുകൊണ്ടാണെന്നറിയാമോ? നീ നീതിമാനായതുകൊണ്ടാ. സ്വതം ശത്രുവിനറിയാം നിന്നെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സ്വതം നീ അതിനപ്പുറം കിടക്കുമെന്ന്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മീതെ പ്രതിസന്ധികളിട്ട് നിന്നെ താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഇന്നും നിന്നെ താഴ്ത്തിക്കളയാൻ കഴിയാതെ വണ്ണം നിന്റെ പ്രാർത്ഥനയാൽ അതിനെല്ലാം ചവിട്ടിക്കളഞ്ഞു ജയിച്ചിരിക്കുന്ന നിന്നെയാണ് സ്വർഗത്തിലെ ദൈവം നീതിമാനായി കാണുന്നത്. വിശ്വാസത്തിലേക്ക് വന്ന് ഇപ്പോഴും പറയാനിട്ടില്ലേ? ഒന്നും പറയേണ്ട ഭാഷ. അന്ന് മുതൽ ഇന്ന് വരെ കാരണം എന്താണെന്നറിയാമോ? നിന്നെ ഒന്നും കൂടി നീതീകരിക്കുകയാ. തേജസ്സും മേൽ തേജസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അന്നത്തെ പ്രാർത്ഥനകൾ നിലവാരം എല്ലാം മാറി. ഇന്ന് പുതിയ തലത്തിലേക്ക് കയറിയിരിക്കുക. സ്തോത്രം. അന്ന് 2 നേരം പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് കിട്ടുന്ന സമയം എല്ലാം പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. കാരണം നിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പരിശുദ്ധ ദൈവം തന്നെ കൊണ്ടുപോവുകയാ. കേട്ടോ? സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൂരത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എണ്ണി പറയുവാൻ പാകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കാണാതിരിക്കുന്നതല്ല. കൂട്ടത്തിലുള്ള മറ്റു പലതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പടി കൂടി നിന്നെ ഉയർത്തി നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നെന്നാ നിനക്ക് മുമ്പാകെ കടന്നു വരുന്നത്. പക്ഷേ യഹോവയായ ദൈവം അവ എല്ലാറ്റിൽ നിന്നും നിന്നെ വിടുവിക്കും. എല്ലാറ്റിൽ നിന്നും കർത്താവ് വിടുവിക്കും. എല്ലാറ്റിൽ നിന്നും യേശു വിടുവിക്കും. അതാണ് വിശ്വാസം. സ്വതം അങ്ങനെയൊന്ന് വിശ്വസിക്കണം. വരുന്നത് വരട്ടെ. പൗലോസ് റോമാലേഖനത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ളതിനോ? വരുവാനുള്ളത് വരട്ടെ പ്രിയമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ പട്ടിണിയുടെ വാക്കത്ത് നിന്ന ഇന്ന് നിൽക്കുന്നത്. സ്തോത്രം. ആഹാരമുണ്ട്. സ്വതം എല്ലാ വീടുകളിൽ നോക്കുമ്പോൾ ആഹാരമുണ്ട്. കിടക്കാനായിട്ട് അത്യാവശ്യം സ്വതം കിടപ്പാടവുമുണ്ട്. കിടന്നുറങ്ങാൻ. ഹല്ലേലൂയ. ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അതിൽ നിന്നൊക്കെ ഇത്രത്തോളം വന്നില്ലേ? സ്വതം. ഇനി വരാനുള്ളതൊന്നും അതിന്റെ പിന്നിലുള്ളതാ, മുമ്പിലുള്ളതല്ല പ്രിയമക്കളെ. ചിലതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അന്ന് മുതൽ ഇന്ന് വരെയും കാത്തു പരിപാലിക്കുന്ന ദൈവം നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ സൂക്ഷിക്കാൻ കഴിവുള്ള ദൈവമാ. അവൻ കരുതാൻ ശക്തിയുള്ള ദൈവമാ. നമുക്ക് ഇന്നും മനസ്സിന് ചില സന്തോഷം കിട്ടാത്ത അവസ്ഥകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നോട്ടം മറ്റുള്ളവരിലേക്ക് പോകുമ്പോഴാണ്. നോട്ട കർത്താവിലേക്ക് നോക്ക്. കർത്താവ് വിളിച്ചു പറയും, മോനെ നിനക്ക് ആഹാരം തരുന്നുണ്ടോ?
ആമേൻ. നിനക്ക് വസ്ത്രം തരുന്നുണ്ടോ? നിനക്ക് പാർപ്പിടം തരുന്നുണ്ടോ? മതി. പക്ഷെ നമ്മൾ ഈ മാർഗത്തിലേക്ക് ഇറങ്ങി അമിസ്വതം ഒത്തിരി ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ നോക്കുകയാണ്. അവര് ദൈവത്തെ ആരാധിച്ചിട്ട് അവരെ ദൈവം ഇങ്ങനെ നടത്തുന്നു, ഞങ്ങൾക്ക് ദൈവം ഇങ്ങനെ തരുന്നില്ല. അപ്പൊ അവരെ പിടിക്കാൻ വേണ്ടി ഓടുക. എല്ലാവരും പൗലോസല്ല, എല്ലാവരും പത്രോസല്ല, എല്ലാവരും യോഹന്നാനല്ല, എല്ലാവരും യാക്കോബല്ല. കേട്ടോ, എനിക്കുള്ളത് എനിക്ക് കിട്ടും, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരും. അവനവന്റെ വിശ്വാസത്തിന് ഒത്തവണ്ണമാണ് കാര്യങ്ങൾ പങ്കിടുന്നത്. ഹൃദയം ദൈവത്തിന് നോക്കിയെന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ നോക്കിയ ഹൃദയത്തെ കാണത്തില്ല പ്രിയമക്കളെ. അവനവന്റെ ഹൃദയത്തിലിരിക്കുന്നതിന് ഒത്തവണ്ണം വചനം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടതിന്. ഇങ്ങനെയല്ലേ വാക്യം? അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതല്ല, എല്ലാവർക്കും വ്യത്യസ്ത തലത്തിലുള്ളതാ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കഷ്ടമനുഭവിച്ച് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം. ഒരുപാട് ദൈവഭൃത്യന്മാർ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും അയ്യോ ദൈവം അവരത്ര അനുഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞു പോയതിൻ്റെ 10 ഇരട്ടി കഷ്ടത്തിലൂടെ കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ദൈവഭൃത്യന്മാര്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് മുമ്പാകെ ഉണ്ട് പ്രിയ മക്കളെ. അവരുടെ പഴയ ഹിസ്റ്ററികളൊന്നും നമുക്കറിയത്തില്ല. കാരണം ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തിന് മാനിക്കണമെന്നുള്ളത്. സ്തോത്രം, അത് മാനിക്കപ്പെടുന്ന സമയത്ത് നമ്മളൊന്നും അറിയാതെ പലരും കാണുന്നുണ്ടാകും. വിശ്വാസികളാകാം, സ്തോത്രം, ദൈവമക്കൾ, ദൈവദാസന്മാരാകാം, പലരുമാകാം. നീ അതോർത്തൊന്ന് അസൂയപ്പെടരുത്. അവന്റെ പഴയ ഹിസ്റ്ററിക്ക് ഒന്ന് എടുത്തു നോക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ഒത്തിരി കഷ്ടം സഹിച്ച ഞങ്ങളെയൊക്കെ നടത്തിയ ദൈവദാസൻ, സ്തോത്രം, അദ്ദേഹം മുൻകാലങ്ങളിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. സ്തോത്രം, തോപ്പുംപടിയിൽ നിന്ന് കണ്ടക്കടവ് വരെ നടക്കും. ഒരു സൈക്കിളില്ല, സ്തോത്രം, ഒരു വാഹനവുമില്ല, പാതിരാത്രി നടക്കും. സ്തോത്രം, ഇന്ന് നല്ല വാഹനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് സ്തോത്രം, ഇന്ന് കൊടുത്ത് നടത്തുന്നത് അന്ന് സഹിച്ച കഷ്ടമാണ്. നമ്മളാണെങ്കിൽ ചെയ്യത്തില്ല, നമ്മളാണെങ്കിൽ പോകത്തില്ല. എന്തിനേറെ ഒരാരാധനക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ ഒരു വാഹനമില്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നേ. നമ്മൾ ബൈക്കാണ് സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്കൂട്ടർ കംപ്ലൈന്റ് ആയിപ്പോയി കഴിഞ്ഞാൽ ബസ്സിൽ കയറി നമ്മൾ ആരാധനക്ക് വരത്തില്ല. വിളിച്ച് ഞാൻ ചോദിക്കുമ്പോൾ പറയും പാസ്റ്റർ വണ്ടി കംപ്ലൈന്റാ, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കും. എന്നാൽ മുൻകാലങ്ങളിലൊക്കെ മലകൾ കയറിയും കുന്നുകൾ കയറിയും കിലോമീറ്ററുകൾ നടന്നും കർത്താവിനെ സേവിച്ച അനവധി ദൈവഭൃത്യന്മാരും അനവധി വിശ്വാസികളിൽ നിന്ന് മാനിക്കപ്പെട്ടിട്ടുണ്ട്. മാനിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവം പറഞ്ഞ വചനം അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടത്തില്ല. ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാ. അവൻ ആർക്ക് കടക്കാരനല്ലെന്നേ. നമ്മളെയും പലരെയും തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ ഒരുപാട് അന്തരങ്ങളുണ്ട്. സ്തോത്രം, കിലോമീറ്ററുകൾ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരുപാട് ദിവസം നടന്ന് യാത്ര ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. നടന്ന് സ്തോത്രം, തോപ്പുംപടിയിൽ നിന്ന് കണ്ടക്കടവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ചെറിയൊരു ദൂരമല്ല, കിലോമീറ്ററുകളുണ്ട്. ഇത് ഞങ്ങൾ കണ്ണാൽ കണ്ടതും കാതുകൊണ്ട് കേട്ട് ഇരിക്കുന്നതുമായ പരമപ്രധാനമായ സത്യമാണ്. സ്വതം ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. ഞാൻ ആ വിഷയം വിടുകയാണ്. അതുപോലെ ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ അറിവിലുള്ള കാര്യം പറയുന്ന ഇതുപോലെ ഒരുപാട് ദൈവഭൃത്യന്മാരുണ്ട്, ഒരുപാട് വിശ്വാസികളുണ്ട്. കേട്ടോ പ്രിയ മക്കളെ, ദൈവം നടത്താൻ ശക്തനാ, ദൈവം നടത്താൻ ശക്തനാ, ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാ. ഇവിടെ നമ്മുടെ ഇടയിൽ കടന്നു വന്ന് ഒരു കാലഘട്ടത്തിൽ പരസ്യമായിട്ട് ശുശ്രൂഷകൾ പരസ്യ യോഗങ്ങൾ സംഘടിപ്പിച്ച് കടന്നുപോയ എൽഷദായ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന ജോസ് ബ്രദർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം അദ്ദേഹം പറയും. സ്തോത്രം, ഹല്ലേലൂയ, മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യത്തിൽ സ്തോത്രം, അപ്പുറത്ത് തമ്പറടിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന ഒരു ആരാധനാ സ്ഥലത്തേക്ക് കടന്നു നിന്നതാ. അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഇടപെടുവാനിടയായി തീർന്നു. അന്ന് താൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കിലോമീറ്ററുകൾ നടന്നു വന്ന ഇവരെല്ലാം ദൈവത്തെ ആരാധിക്കും, ഒരു കൊച്ചു വാഹനം എനിക്ക് തന്നാൽ എന്റെ സമയമൊന്നും ഞാൻ നോക്കത്തില്ല, സമയഭേദം കൂടാതെ കടന്നു വരുന്നവരെല്ലാം കൊണ്ട് വീട്ടിലാക്കും, അവരെ വീട്ടിൽ നിന്ന് തിരിച്ചും കൊണ്ടുവരും. ഒരു ഒറ്റ തീരുമാനമെടുത്തു. ചില നാളുകൾ കഴിഞ്ഞപ്പോ വീടിന്റെ വാതിക്കൽ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു. സ്തോത്രം, 1ഉം 2ഉമല്ല ബുദ്ധിമക്കളെ, അത് പല ദൈവഭൃത്യന്മാർക്ക് കൊടുത്തയക്കാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാ. സ്തോത്രം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അത് നിമിത്തം തന്നെ ഇതൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു, സഹിക്കുന്നു. സ്തോത്രം, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുന്നില്ല, എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. കേട്ടോ പ്രിയമക്കളെ, ഇന്ന് രാത്രിയിൽ നീ ആരെയാ വിശ്വസിക്കുന്നത്, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പെരുവഴിയിൽ ഇട്ടുകളയുന്ന ഒരു ദൈവത്തെയല്ല. ഹല്ലേലൂയ. നമ്മൾ സൂക്ഷിച്ചവന്റെ വചനപ്രകാരം കറക്റ്റായി സഞ്ചരിച്ചോ.
എത്തുന്നത് നിത്യതയിലും. ഇവിടെ വെച്ച് തല ഉയർത്തി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഒരുപക്ഷെ തലക്ക് നേരെ വാള് വന്നെന്നിരിക്കാം. അവൻ നിന്റെ വാക്തത്വം അവിടെ കൊണ്ട് തീർന്നാൽ അഭിമാനത്തോടെ മരിക്കാം. ഹല്ലേലൂയ. അതല്ല, വാക്തത്വം തീർന്നിട്ടില്ലെങ്കിൽ വാളല്ല, ആറ്റം ബോംബ് വീണപ്പോലും നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി അഭിഷിക്തന്മാർ അതിൽ നിന്നെല്ലാം തെറ്റി ഒഴിഞ്ഞ ചരിത്രം ബൈബിളിനകത്ത് വരയിട്ട് വെച്ചിരിക്കുകയാ. നമ്മുടെ വാക്തത്വം സ്വതം നിന്നിൽ എപ്പോൾ തീരുന്നുവോ ആ സെക്കൻഡിൽ സ്വർഗം നിന്നെ കൈക്കൊള്ളും. വാക്തത്വം തീർന്നിട്ടില്ലെങ്കിൽ നിന്നെ തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്വതം ഇവിടെ പൗലോസ് പറയുന്നത് അവന്റെ വിശ്വാസം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനീതി ആ ദിവസം വരെയും. ഏത് ദിവസം? കർത്താവിന്റെ ദിവസത്തെ കുറിച്ചല്ലായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാ. പൗലോസിനോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വ ദിവസം വരെയും, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉറച്ചിരിക്കുന്നു. അഭിഷിക്തൻ ഉറക്കുകയാ. സ്വന്തം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അണലി കടിച്ചപ്പോഴും പൗലോസിന്റെ അകത്തുളത്തിൽ ഈ വിശ്വാസം പൊങ്ങി വരികയാ. സ്വന്തം എടപ്പോട്ട അണലിയെ ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് നിനക്കറിയാമോ? നിന്നെ കൊണ്ടെന്നല്ല, ഈ ലോകത്തിൽ ഒരു ശക്തിയെ കൊണ്ടും എന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. അപ്പന്റെ വാക്തത്വം എന്റെ തലക്ക് മീതെ നിൽക്കുകയാണ്. പൗലോസേ, സ്വന്തം നീ യെരൂശലേമിൽ നിൽക്കും. ചിലതിന്റെ മുമ്പാകെ നീ നിൽക്കും. ചില ന്യായാധിപന്മാർക്ക് മുമ്പാകെ പിന്നെയും നീ സാക്ഷ്യം പറയും. വാക്തത്വം കിടക്കുന്നവൻ അണലിയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അണലിയെ നിനക്കെന്നെ തകർക്കാൻ പറ്റത്തില്ല. അണലിയുടെ വിഷം പൗലോസിന്റെ ശരീരത്തിൽ എഫക്റ്റ് ആകുന്നില്ല. അണലിയുടെ വിഷത്തിന് ശക്തിയില്ലാതെ പോയി. അണലി തീയിൽ കുടഞ്ഞിട്ട് അണലി ചത്തു. പൗലോസ് ഇരുന്ന് അണലിയുടെ അണലി തീ കിടക്കുന്ന തീ കൊണ്ട് പൗലോസ് പിന്നെയും തീ കായുകയാണ്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ പറ്റത്തില്ല പ്രിയ മക്കളെ. നിനക്കെതിരായി വെളിപ്പെടുന്നതിനെ ദൈവം തകർക്കും. ഹല്ലേലൂയ. പൗലോസ് ആ അണലിയെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ബർബരന്മാര് കാത്തിരിക്കുകയാ. ഇപ്പോൾ വീഴും, ഇപ്പോൾ തകരും, ഇപ്പോൾ ഇവിടം കൊണ്ട് തീരത്തില്ല കേട്ടോ. നമ്മുടെ ബുദ്ധിക്കകത്തൊക്കെ തോന്നും തീരുമെന്നൊക്കെ തോന്നും. തൊട്ട് മുമ്പിലത്തെ അധ്യായം 27-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വന്നേ. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. തോന്നാം നമുക്ക് വരുന്ന ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ഇനി രക്ഷയില്ല, കർത്താവ് ഇവിടം കൊണ്ട് തീരുകയാണ് എന്ന് നമുക്കും തോന്നാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഒരു ഉറപ്പ് ഇന്ന് സ്വതം വൈകിയ സമയം പരിശുദ്ധാത്മാവ് ചിലതിന്റെ അകത്തളത്തിൽ അങ്ങ് ഇഞ്ചക്ട് ചെയ്യുകയാണ്. സ്വതം നീ ക്ഷീണിക്കല്ലേ, നീ തളരല്ലേ. പ്രതിസന്ധികളും ചുമന്നുകൊണ്ട് ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവ് എനിക്ക് പോക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, അതിനേക്കാൾ വലിയ ഭാരമാ. പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, മുമ്പിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിട്ട് ഭാരമാ. ഭാരത്തോടുകൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് സ്വതം ആശ ഒക്കെയും അറ്റുപോകുന്ന സ്ഥലത്ത് നിന്ന് ആശയ്ക്ക് വിരോധമായി പ്രത്യാശയുടെ അനുഭവങ്ങൾ മുളച്ചു പൊങ്ങുന്നത് ഇന്ന് രാത്രികാലം അവനിൽ വിശ്വസിച്ചു. എവിടെ അറ്റുപോകുന്നുണ്ടോ ആശ, അവിടെ നിന്നൊരു പ്രത്യാശ സ്വർഗത്തിലെ ദൈവം ജീവിതത്തിന്മേൽ ഉളവാക്കിയെടുക്കും. അറ്റുപോയി ആശയ്ക്ക് വിരുദ്ധമായി മരണത്തെ മുഖാമുഖം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാ പൗലോസിന്റെ അടുക്കിലേക്ക് ദൈവം അയച്ചിട്ടൊരു ദൂതൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസേ, എന്ത് ചെയ്യണ്ട? നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങി വരും. കേട്ടോ പ്രിയമകളെ, കർത്താവുമായിട്ടാണ് ബന്ധമെങ്കിൽ നിന്നെ ഒരു ഭാഗത്ത് ഇനി നിന്നോട് വിളിച്ച് ദൂത് പറയാൻ ഒരു പ്രവാചകന് കടന്നു വരാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ദൈവം ആളായേക്കും, ദൂതനായേക്കും.
ദൂതനേക്കും. പ്രൈസലോ മയാമേ. ഒരു ബൈബിളോ ന്യായപ്രമാണമോ വേദപുസ്തകമോ കരത്തിലില്ലെങ്കിൽ പോലും പരിശുദ്ധ ദൈവത്തിന് കാട്ടിലും കടലിലും ഭൂമിക്കടിയിലും അധോഭാഗങ്ങളിലും ഇറങ്ങി നിന്നെ ബലപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയൊരു അമസ്വതം അടയാളമാണ്. നടുക്കടലിൽ അമസ്വത പൗലോസിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ആ ദൈവത്തിന്റെ ദൂതൻ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ ക്ഷീണിച്ചും തളർന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ അല്ലേ, ആമേശ്വരം അവിടെയാണ് നമ്മൾ നമ്മുടെ കർത്താവിൽ ആഴമായി വിശ്വസിച്ച് പോകുന്നത്. ആമേശ്വരം എൻ്റെ ദൈവമായുള്ളവേ, ആർക്കും ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ഇറങ്ങി വരും യേശു. ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത സമയത്ത് പ്രവർത്തിക്കും നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇവനെ പോലെ വേറൊരു ദൈവമില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. എത്ര അഭിമാനമായി യേശുവിനെ നമുക്ക് ഉയർത്തുവാൻ. ആമേൻ. നമ്മുടെ വിശ്വാസമാണ് ഇതിനെല്ലാം ജയിക്കുന്നത് കേട്ടോ. നമ്മുടെ വിശ്വാസമാ. പൗലോസ് ആശയറ്റുപോയി. സോദരം താഴെ അടുത്ത വാക്യം 21 വായിച്ച്. പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് മതി. പ്രാണൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ തന്നെ പുനരുദ്ധാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് കത്തുകയാ. പൗലോസിന്റെ അകത്തിന്റെ അകത്തളത്തിൽ കത്തുകയെ വചനം. ഹല്ലേലൂയ. വെറുതെ ഒന്നും തീരത്തില്ല പ്രിയ മക്കളെ കേട്ടോ. പ്രശ്നങ്ങൾ കൊണ്ടുവന്നിടും. കാറ്റടിക്കും, വൻമഴ ചൊരിയും, വീടുമേൽ അലക്കും. പക്ഷേ അടിസ്ഥാന ഫൗണ്ടേഷൻ പാറമേലാണെങ്കിൽ അത് വീഴത്തില്ല. എന്റെ പ്രിയ മക്കളെ, പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ പ്രതിസന്ധികളെ നീ ജയിക്കും. നിന്നെ പ്രതിസന്ധികൾ ഇട്ട് ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദുർഘടങ്ങളെ നീ ജയിക്കും. ദുർഘടങ്ങൾ നിന്റെ മീതെ കവിയത്തില്ല. തിരമാലകളെ നീ ജയിക്കും. തിരമാലകൾ നിന്റെ മേൽ കവിയത്തില്ല. കാറ്റിനെ കോലിനെ നീ ജയിക്കും. അത് നിന്നെ അതിജീവിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പോ പൗലോസിനെ സ്തോത്രം അവിടെ കടലിലിട്ട് തകർക്കാൻ ശ്രമിച്ചപ്പോ അവന് അവിടെ ഒന്നും ജയിച്ചു വരികയാ കേട്ടോ. സ്തോത്രം മറ്റൊരു ഭാഗത്തേക്ക് കൂടി വേഗത്തിലൊന്ന് പോകാം. സ്തോത്രം അപ്പോസ്തല പ്രവർത്തനം തന്നെ 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോ സ്തോത്രം, എന്നാൽ അന്ത്യോക്യയിൽ നിന്ന് ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. സ്തോത്രം. പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഇത്രയൊന്നും നമ്മുടെയൊക്കെ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. കല്ലേറ് കൊണ്ട് മരിച്ചെന്ന് അവർ ഏകദേശം ഉറപ്പ് വരുത്തി. അതുപോലെ എറിഞ്ഞു. അതുപോലെ കല്ലുകൾ പൗലോസിന്റെ ശരീരത്തിൽ പ്രാണൻ പോകത്തക്ക നിലവാരത്തിൽ രക്തം വാർന്നുപോയി. ഹല്ലേലൂയ. പട്ടണത്തിൽ കിടന്ന് മരിക്കണ്ട. പട്ടണത്തിൽ കിടന്ന് മരിച്ചാൽ ആ ശാപം നമ്മുടെ തലമയിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടണത്തിൽ നിന്ന് അവനെ ഇഴച്ചു പുറത്താക്കി. എന്നാൽ സ്വതം ഈ അഭിഷിക്തന്റെ ചുറ്റും അന്ന് വിശ്വാസമുള്ള ദൈവമക്കളുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. കരം കോർത്തു ചുറ്റും വളഞ്ഞു നിന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്വതം പൗലോസ് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. 10 ദിവസത്തെ ബെഡ് റെസ്റ്റ്. അങ്ങനെയാണോ? ഇല്ല. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ഇല്ലെന്നേ. പിറ്റന്നാൾ അവൻ ദൈവവചനം പ്രസ്താവിക്കാൻ തുടങ്ങി. കാരണം ബലപ്പെടുത്തിയതും ശക്തീകരിച്ചതും മെഡിക്കൽ സയൻസ് അല്ല, ഡോക്ടേഴ്സ് അല്ല, സർവശക്തനായ ദൈവമാകൊണ്ട് അവന്റെ ശരീരത്തിൽ ഏറ്റ മുറിവുകളെല്ലാം ആ സെക്കൻഡിൽ കരിഞ്ഞുണങ്ങുവാനിടയായി തീർന്നു. ഇന്നലെ എറിഞ്ഞ വ്യക്തിത്വങ്ങൾ മൂക്കത്ത് വരൽ വെക്കത്തക്ക നിലവാരത്തിൽ അവർ ചിന്തിച്ചു, ഇവനൊരു അസാധാരണ മനുഷ്യനാണ്, ഇവനിൽ വ്യാപരിക്കുന്നത് മാനുഷികമായ തലമല്ല. ഇന്നലെ ഞങ്ങൾ അതുപോലെ എറിഞ്ഞ് തകർത്തതാ. ഇന്നിവന് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ
ഇന്നലെ എറിഞ്ഞവനൊന്നും ഇന്ന് എറിയാൻ കൈപൊങ്ങുന്നില്ല. കാരണം ഇന്നലെ അതുപോലെ എറിഞ്ഞ് തകർത്തതാ. സ്വന്തം ഒരിക്കലും വരത്തില്ലെന്ന് ചിന്തിച്ചതാ. അവിടെയാ പ്രിയമക്കളെ സർവശക്തനായ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. എവിടെ നിന്റെ ആശ അറ്റുപോകുന്നുവോ അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ശത്രുവിന് നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, പ്രതിസന്ധികൾക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ആരാധിക്കുന്ന ദൈവ പൈതലേ, പ്രതികൂലങ്ങൾക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഉപവസിക്കുന്ന ദൈവ പൈതലേ, ഒരു അനർത്ഥ ശക്തിക്കും നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. യേശു നിന്നോട് കൂടെ ഇരിക്കും. കല്ലേറുകൊണ്ട് മരിച്ചെന്ന് കരുതി ഇഴച്ചു കളഞ്ഞ പൗലോസിന്റെ ചുറ്റും പ്രാർത്ഥിക്കുന്ന ചിലവരൊന്ന് കരം കോർത്തു. കേട്ടോ കുഞ്ഞുമക്കളെ, ഈ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചെന്നാൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. ഒരുപാട് വിഷയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ തലത്തിൽ നിന്ന് ശത്രു തെറ്റി മാറ്റിക്കാൻ ശ്രമിക്കും. നമ്മുടെ അകത്തളത്തിൽ തന്നെ കുറെ ചിന്തകൾ കൊണ്ടുവരും. മറ്റുള്ളവരെ കൊണ്ടൊന്നും പ്രാർത്ഥിപ്പിക്കണം. നീ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നീ പ്രാർത്ഥിച്ചെന്നാലും ദൈവം കേൾക്കും. കേട്ടോ, എല്ലാം ഇപ്പോഴും അല്ല. ചില കാര്യങ്ങളൊക്കെ ദൈവം സാധ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില സമയങ്ങൾ ദൈവം നിന്നെ ഒരുക്കും. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ആ സമയത്താണ് മറ്റുള്ളവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ചിന്ത നിന്നിൽ ദൈവം വരുത്തുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ 9 മണി നേരത്ത്, 6 മണി നേരത്തും 12 മണി നേരത്തൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു സമയം വന്നപ്പോൾ ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ബന്ധിക്കപ്പെട്ടവനെ കാരാഗ്രഹത്തിൽ അടിമപ്പെട്ട് കിടന്നുറങ്ങുന്നവന് വേണ്ടി ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സമയത്തും നമുക്ക് ഒറ്റക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കരുത് പ്രിയമക്കളെ. ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ബലപ്പെടുന്ന ഒരു സമയമുണ്ട്. നിന്നെ അത് ചിന്തിപ്പിച്ച് നിന്നെ പുറത്തിറക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഐക്യതയോടെ ഒരു മനസ്സോടെ കരങ്ങളെ കോർത്ത് ഒരുമിച്ച് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയി ചില വിഷയത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ജയമെടുത്ത് മതിയാകും. ഇപ്പോഴും ഒറ്റക്കൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഒറ്റക്ക് ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പത്രോസ് അതുകൊണ്ടല്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നവൻ സ്വപ്നം കാണുന്നവനെ പോലെയായിരുന്നു. ഹല്ലേലൂയ. അവനിത് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരു കൂട്ടം ജനം അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുക, പത്രോസ് അച്ചായനെ ഞങ്ങൾക്ക് വേണം, പുറത്തിറക്കണം, പ്രതിസന്ധികളെ മായ്ച്ചുകൊണ്ട് പുറത്തിറക്കണം. സ്വന്തം അസാധ്യമെന്ന് പത്രോസിന്റെ ബുദ്ധിക്ക് 100 വട്ടം അറിയാമായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പത്രോസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കേട്ടോ പ്രിയമക്കളെ, ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികൾ നിങ്ങളെ വരിഞ്ഞ് മുറുക്കിയിട്ട് ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നമ്മളോട് കൂടെയുണ്ട്. നീ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യനാണോ, പ്രാർത്ഥിക്കുന്ന സഹോദരിയാണോ, നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. കൂട്ടായ്മ എല്ലാം നന്നായിട്ടൊന്ന് ചെയ്താൽ മതി. ഐക്യതയോടെ ഒരു മനസ്സോടെ മുന്നോട്ടൊന്ന് പോയാൽ മതി. ഞാനെന്ന ഭാവം നമ്മളിൽ നിന്ന് മാറിയാൽ മതി. സോദരം ഒന്നിച്ചുള്ള കൂട്ടായ്മകളിൽ, ഒരുമിച്ചുള്ള കൂട്ടായ്മകളിൽ യേശു അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തില് അപ്പോസ്തലന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ 1-ാം അധ്യായം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ എന്ത് ചെയ്യണം? ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഇത് അടിസ്ഥാന ഉപദേശമായി കൊടുത്തു. എന്നാൽ ചില കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശത്രുവായ പിശാച് ചിലതിന്റെ അകത്തളത്തിൽ ചില ചിന്തകൾ കൊടുത്തു. ഇല്ല, ഒന്നിച്ചുള്ള കൂട്ടായ്മയിലെങ്കിൽ കുഴപ്പമില്ലെന്ന്, നിനക്ക് ഒറ്റയ്ക്ക് നിന്നാലും കാര്യങ്ങൾ നടക്കുമെന്ന്, തോറ്റുപോകും. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് വ്യാപാരത്തിന് കടന്നുപോയ ഒറ്റക്കൊരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. സ്വന്തം അർദ്ധപ്രാണനായിട്ട് അവൻ അവിടെ വിട്ടുകളഞ്ഞു. മറ്റൊരുത്തന്റെ ആവശ്യം അവന് നേരിടേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ഇഴച്ചു കളഞ്ഞിരിക്കുന്ന പൗലോസിന്റെ ചുറ്റും പ്രാർത്ഥിക്കുന്ന ചില സഹോദരന്മാർ ചേർന്ന് നിന്ന് കരം കോർത്തപ്പോൾ പൊങ്ങി വന്നു. വീണ് കിടക്കുന്നവനെ പൊക്കാൻ കൂട്ടായ്മയുടെ ഏറ്റവും വലുതാ വലങ്കരം. കേട്ടോ പ്രിയമക്കളെ, വീണ് കിടക്കുന്നവൻ തനി എഴുന്നേക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന് ഒന്ന് എഴുന്നേക്കണമെങ്കിൽ ഒരു കൂട്ടായ്മയുടെ വലങ്കരം വേണം. കേട്ടോ, താഴേക്കൊന്ന് വായിക്കാം. 20. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു, പട്ടണത്തിൽ ചെന്നു,
പിറ്റന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. ഓ സ്തോത്രം. 30 ദിവസത്തെ ബെഡ് റെസ്റ്റ് ഒന്നുമില്ല. അല്ലെ, ഇന്നലെ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇഴച്ചു കളഞ്ഞവൻ പിറ്റേ ദിവസം ശക്തമേറിയ നിലവാരത്തിൽ യേശുവിനെ ഉയർത്തുകയാ. വിശ്വാസം കേട്ടോ പ്രിയ മക്കളെ, ആ വിശ്വാസം ഇന്ന് രാത്രികാലം നമ്മളിൽ ഉണ്ടാകട്ടെ. അമ്മ, ഇതിന്റെ അകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ തകർന്നു പോകാൻ യേശു അനുവദിക്കത്തില്ല. അമ്മ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കിയ പ്രിയ മക്കളെ, വിശ്വാസത്തിന്റെ പരിശോധനകളാണ് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ. ആ പ്രതികൂലത്തിൽ നീ തകർന്നു പോകത്തില്ല. ആ പ്രതികൂലത്തെ ജയിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. ലോകത്തെ ജയിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. പ്രതിസന്ധികളെ ജയിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നീ തകർന്നു പോകാൻ അനുവദിക്കത്തില്ലെന്ന് 1000 വട്ടം ഞാൻ വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യ, പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തുമേ നീ ജയം പ്രാപിക്കും. വിശ്വാസത്താൽ. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാ. ഹല്ലേലൂയ. വിശ്വാസത്താൽ വീണ് കിടക്കുന്നവൻ എഴുന്നേറ്റ് വന്നു പ്രിയ മക്കളെ. അതെ, വിശ്വാസത്താൽ കടലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. വിശ്വാസത്താൽ അണലിയുടെ കടിയിൽ നിന്ന് അവൻ പുറത്തു വന്നു. അണലി വിഷത്തെ നിർവീര്യമാക്കുന്ന വിശ്വാസം. പ്രൈസലോ. കപ്പലിൽ അടിച്ച കാറ്റിനെ സ്വതം ജയിച്ച വിശ്വാസം. കല്ലിന്റെ ബലത്തെ കെടുത്തിക്കളഞ്ഞ വിശ്വാസം ഇന്ന് രാത്രികാലം നമ്മളിലും വ്യാപരിക്കട്ടെ. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, തലകളെ വണക്കിയിരിക്കുന്ന ജീവിതങ്ങളെ, ദൂരത്തിൽ നിന്ന് ശ്രമിക്കുന്ന ജീവിതങ്ങളെ, നീ തോറ്റു പോകത്തില്ലട്ടോ. ഇന്ന് നിന്റെ മുമ്പിൽ സാധ്യതകൾ പലതും മങ്ങിപ്പോയെന്നിരിക്കാം. പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തുമേൽ ആഞ്ഞടിച്ചിട്ട് നീ വീണ് കിടക്കുന്നവനായിരിക്കാം. ഒന്ന് സ്തോത്രം, ചുറ്റും നിൽക്കുന്നവരോട് നിന്റേതായ വിഷയത്തൊന്ന് ഷെയർ ചെയ്യും. കരമൊന്ന് കോർത്ത് പിടിക്കാൻ ഇന്ന് രാത്രികാലം ഒരുക്കപ്പെടുന്നു എങ്കിൽ വീഴ്ചകളിൽ നിന്ന് നീ എഴുന്നേൽക്കും. ചങ്ങലകൾ സ്വതവേ അഴിഞ്ഞു പോകും. ദൈവക്കരം നിനക്ക് അനുകൂലമായി സ്വതം നീട്ടപ്പെടും. ബർബരന്മാർ വിളിച്ചു പറയും, ഇല്ല, ഈ മനുഷ്യൻ സ്വതം അതികഠിനായ ഒരു മനുഷ്യനല്ല, ഇവന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവശക്തിയാണ്. വിശ്വാസത്താൽ ജയിച്ച അനേക വ്യക്തിത്വങ്ങളെ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അവരെ പോലെ വിശ്വാസത്താൽ നമുക്കും ജയിച്ച് മുന്നോട്ട് പോകാം. പരിശുദ്ധ ദൈവമേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ വിശ്വാസത്തിന്റെ ആഴമേറിയ വചനം ഞങ്ങളോട് ദൈവം ഇന്ന് രാത്രികാലവും അറിയിക്കുന്നത്. ഞങ്ങൾ അതിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നു. കർത്താവേ, പ്രതിസന്ധികൾ എന്നെ തകർക്കത്തില്ലെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. പ്രതികൂലങ്ങൾ എന്നെ തകർക്കത്തില്ലെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. അതിന്റെ മേൽ ജയമെടുത്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ജയിച്ചു കയറുവാൻ ഇന്ന് രാത്രികാലവും സ്വർഗ്ഗം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം എന്റെ ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.